guys, so this is Shweta Pranavam and welcome back to my YouTube channel. So ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഇന്ന് എൻ്റെ അച്ഛൻ്റെ 70th ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫാമിലിയിലുള്ള കുറച്ച് പേര്, ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, ഞങ്ങളുടെ ആക്ച്വലി നല്ല ബിഗ് ഫാമിലിയാണ്. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഞങ്ങളുടെ ഫാമിലിയെ വിളിച്ചിട്ട് ഉള്ളൊരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. ഒരു അത്യാവശ്യം ഒരു 50 to 60 ആൾക്കാരുണ്ട്. സോ വീട്ടിൽ തന്നെയാണ് സെലിബ്രേഷൻ. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് കേക്ക് കട്ടിങ്ങും ചെറുതായിട്ടൊരു സദ്യയും പിന്നെ ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറ്റത്തിരിക്കുകയായിരുന്നു കേട്ടോ. മീൻസ് ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. ഈ സപ്തതി ആഘോഷത്തിൽ നിങ്ങളെല്ലാം പങ്കുകൊണ്ട് അനുഗ്രഹിക്കുന്നതിൽ ഞാൻ ഈ വൈശാഖ മാസത്തിൽ സന്തോഷവാനാണ്. അമ്മയ്ക്ക് എന്താ പറയുന്നത്? ആങ്ങളുടെ 20ാം പിറന്നാള് പങ്കുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നതിൽ സന്തോഷമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അരുവാമ്മ. ഇനിയും ഇതുപോലത്തെ ഒരുപാട് ബർത്ത്ഡേ ആഘോഷിക്കാനും എല്ലാത്തിലും പങ്കെടുക്കാനും നമുക്കാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഹരിയേട്ടാ. ഐ ലവ് യു. ഈ വീട്ടിലെ ആംഗ്രി യങ് മാൻ ഇന്ന് 70 വയസ്സ് തരികയാണ്. ഹരിമാമയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഹരിമാമ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഗായ്സ്, അപ്പോൾ ഞങ്ങളൊരു അച്ഛന് വേണ്ടി ഒരു സർപ്രൈസ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു കുറേ ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അതിൻ്റെ ഏട്ടനെ പ്രിപ്പയർ ചെയ്തത്, ഷിബോട്ടിനെ പ്രിപ്പയർ ചെയ്തത്. അപ്പം ഏട്ടൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കണത്, ഒരു ഐഡിയ ഇല്ല. അച്ഛനിങ്ങനെ ഓരോന്നായിട്ട് എന്തൊക്കെയോ പറയണം, എന്തൊക്കെയോ ചെയ്യണം. ബിക്കോസ് ഞങ്ങൾക്കും ആക്ച്വലി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ എന്താ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളും ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞ ശേഷം എല്ലാവരും റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇടാന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഗസ്റ്റ് വരുന്നവരെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഓരോന്നും ആ വീഡിയോസിനെ കുറിച്ചും ഇങ്ങനെ ഗസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ ഒരു 10-10:30 വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫാമിലി മാത്രം തന്നെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ക്ലോസ് ഫാമിലി തന്നെ ഒരു 50 മെമ്പേഴ്സോളം ഉണ്ട്. ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ഛൻ്റെ മാത്രമല്ല വല്യമ്മയുടെ ബർത്ത്ഡേ ആണ്. വല്യമ്മയുടെ 80th ബർത്ത്ഡേയും അച്ഛൻ്റെ 70th ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് ഒരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ, ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് നടത്താമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ കേക്ക് കട്ട് ചെയ്യണ വീഡിയോ കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ സൈഡ് ഫാമിലി ഉണ്ടായിരുന്നു, അമ്മയുടെ സൈഡ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ വിളമ്പാൻ തുടങ്ങി. ഹായ് ഗൈസ്. അപ്പം നേരത്തെ പറഞ്ഞ അച്ഛന് വേണ്ടി സർപ്രൈസ് ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇന്നത്തെ ആ ഒരു ദിവസത്തെ സ്പെഷ്യൽ പാട്ടായിരുന്നു അത്. ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഇത് പല ആൾക്കാരും ഉറപ്പിച്ചു പറഞ്ഞാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഉത്തരങ്ങൾ ഒരു അച്ഛനും വല്യമ്മയ്ക്കും കൂടെ ഒരേപോലെ കേട്ടോ ഫണ്ണി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഏട്ടന് ക്രെഡിറ്റ് കൊടുത്താലും മതിയാവില്ല. ബിക്കോസ് അത്രയും അടിപൊളിയായിരുന്നു. ആ ദിവസത്തിൻ്റെ ഏറ്റവും ഫണ്ണി പാട്ടായിരുന്നു അത്. കാരണം എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഒരു ഫണ്ണി വീഡിയോസ് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചോദ്യം മാറ്റി ഉത്തരം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. ആക്ച്വലി ഞങ്ങൾ സീരിയസ്ലി ഞെട്ടിപ്പോയി. ചിരിച്ച് ഞങ്ങൾക്ക് സീരിയസ്ലി മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു.
ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം വീടൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു, നല്ലോണം വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കസിൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ കസിൻസ്. സോ ഞങ്ങൾ മീൻസ് മേലെയായിരുന്നു സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേലത്തെ സദ്യയൊക്കെ നമ്മൾ അവിടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ടേബിളും കസേരയൊക്കെ നീക്കി താഴേക്ക് ആക്കിയിട്ട് സോ നമ്മൾ അടുത്തത് ഞങ്ങൾ വിചാരിച്ചൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻസ് ശ്രീരാം, ഭാവി മ്യൂസിക് ഡയറക്ടർ, അഭിഷേക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ആമസോണിലാണ് വർക്ക് ചെയ്യണത്. സോ ഇവർ രണ്ടുപേരും നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണ ആലോചന സ്വീകരിക്കുന്നതാണ്. സ്വീകരിക്കുന്നതാണ്. ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. മെയിൻ ഹെൽപ്പർ സോ അടുത്ത മെയിൻ ഹെൽപ്പർ 2 ഇത് ബർത്ത്ഡേ ബോയ്. സോ ഇന്നത്തെ പ്രോഗ്രാം നല്ല അടിപൊളിയായിട്ടായിരുന്നു. എല്ലാവരും വന്ന് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. സോ ഇത്രയും ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വെച്ച് ഞങ്ങൾ വരുന്നതാണ്. സോ എല്ലാവരും പറയാ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.